morning everyone. अब നമ്മൾ കെമിസ്ട്രി പ്ലസ് 2 സെക്കൻഡ് ചാപ്റ്റർ ആയ സൊല്യൂഷന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഷോർട്ട് കട്ട്സും അതൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. അതുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ കണക്റ്റഡ് അല്ല, പക്ഷെ പോകുന്ന വഴികളിൽ എവിടെയൊക്കെയോ കണക്ഷൻ വരുന്നുണ്ട്. സോ സെക്കൻഡ് പാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേർഡാണ് സോൾവബിലിറ്റി. ബോർഡിൽ എഴുതിയിട്ടുണ്ട്. സൊല്യൂഷന്റെ സെക്കൻഡ് പാർട്ട്, ആ സെക്കൻഡ് പാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേർഡ് സോൾവബിലിറ്റി. നമ്മൾ ഒത്തിരി തവണ കേട്ടിട്ടുള്ള വേർഡ് തന്നെയാണ് സോൾവബിലിറ്റി. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലേയത്വം. നമ്മള് എന്തെങ്കിലും വസ്തുവിനെ ഡിസോൾവ് ആകാൻ വേണ്ടി ഇട്ട് കഴിയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ആ സബ്സ്റ്റൻസ് ഡിസോൾവ് ആകുന്നതായിട്ട് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ 1-2 സെക്കൻഡുകൾ കഴിയുമ്പോൾ ആ ഉപ്പ് നല്ലോണം ഡിസോൾവ് ആകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോ ആ പ്രോസസ്സിനകത്ത് എവിടെയോ ഹിഡൻ ആയിരിക്കുന്ന ഒരു വേർഡാണ് സോൾവബിലിറ്റി. നമ്മൾ പറയും ഉപ്പ് ഡിസോൾവ് ആയി, ആ ഉപ്പ് സോൾവബിൾ ആയി. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വേർഡ്, ആ വേർഡ് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എക്സ്പെരിമെന്റിലോട്ട് പോവുകയാണ്. ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഒരു പർട്ടിക്കുലർ പാത്രത്തിൽ ഒരു പർട്ടിക്കുലർ അളവിൽ എന്തെടുത്തിട്ടുണ്ട്, വാട്ടർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, സോൾട്ട് ആഡ് ചെയ്യുന്നു. നമ്മൾ ആദ്യം 1 സ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുന്നു. ആ സോൾട്ട് മുഴുവനും ആ വാട്ടറിൽ ഡിസോൾവ് ആകുന്നു. വീണ്ടും നമ്മൾ 1 സ്പൂൺ കൂടി ഇടുന്നു. വീണ്ടും അത് എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ആകുന്നു. ഇങ്ങനെ നമ്മളൊരു 3-4 തവണ ഇതേ പ്രോസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഞാൻ എടുത്ത പാത്രം കണ്ടെയ്നർ ആണെന്ന് വിചാരിച്ചോ. ഈ കണ്ടെയ്നറിനകത്ത് ഞാൻ എന്തെടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട് ഞാൻ എന്തിട്ടു, ആദ്യം ഞാൻ 1 സ്പൂൺ ഇട്ടു, 1 സ്പൂൺ ഉപ്പിട്ടു. അത് നന്നായിട്ട് ഡിസോൾവ് ആയി. വീണ്ടും ഞാൻ 1 സ്പൂൺ കൂടി ഇടുന്നു, അതും ഡിസോൾവ് ആയി. വീണ്ടും ഞാൻ 1 സ്പൂൺ കൂടി ഇടുന്നു, അതും ഡിസോൾവ് ആയി. ഡിസോൾവ് ആകുക മീൻസ് അലിയുക. നമുക്ക് ഉപ്പ് അറിയാൻ പറ്റും. ഉപ്പിന്റെ നിറം എന്താണ്, ഉപ്പ് എന്താണ്, ക്രിസ്റ്റൽ ആണ്, സോളിഡ് ആണ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ വെള്ളത്തിനകത്ത് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ ഇട്ട ഉപ്പ് അപ്രത്യക്ഷമാകത്തില്ലേ. ആ പ്രോസസ്സാണ് ഡിസോൾവ് ആകുക, ഡിസൊല്യൂഷൻ. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും അതെന്താണ്. അപ്പോ നമ്മൾ ഇട്ട 3 സ്പൂൺ ഉപ്പ് അപ്രതീക്ഷ അവിടെ നിന്ന് ഡിസപ്പിയർ എന്ന് വെച്ചാൽ അർത്ഥം വാട്ട് മീൻസ്, അതായത് നമ്മളിട്ട ഉപ്പ് മുഴുവനും ഇവിടെ എന്തായി, സോൾവബിൾ ആയി. ഓക്കെ, ഈ 3 സ്പൂൺ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 1 നുള്ളു ഉപ്പ് കൂടി എന്റെ കൈ കൊണ്ട് ശകലം ഉപ്പ് കൂടി വീണ്ടും എടുത്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ. 3 സ്പൂൺ ഇട്ടു, അത് ഓൾറെഡി ഡിസോൾവ് ആയി. അത് കഴിഞ്ഞിട്ട് ശകലം ഉപ്പ് കൂടി, ഒരു 1-2 ചെറിയ കഷ്ണം ഉപ്പ് കൂടി ഞാൻ ഇടുമ്പോ അത് ഡിസോൾവ് ആകാതെ ഇരിക്കും. എങ്കിൽ എനിക്കറിയാം ഈ ഇരിക്കുന്ന സോൾവെന്റിന് മാക്സിമം എത്രയാണ് ഡിസോൾവ് ചെയ്യിക്കാനേ കഴിയൂ, 3 സ്പൂൺ. അതായത് ഈ ഇരിക്കുന്ന വെള്ളത്തിന് 3 സ്പൂൺ ഉപ്പിന് അലിയിക്കാൻ മാത്രമേ സാധിക്കൂ. അതിൽ കൂടുതൽ നമ്മൾ എത്ര ഉപ്പിട്ടാലും ആ ഉപ്പ് അലിയാണ്ട് താഴെ സോളിഡ് സ്റ്റേറ്റിൽ തന്നെ കിടക്കും. എങ്കിൽ ആ 3 എന്ന് പറയുന്ന സംഖ്യനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, 3 സ്പൂൺ എന്ന ആ ഒരു സംഖ്യനെ വിളിക്കുന്ന പേരാണ് സോൾവബിലിറ്റി. അപ്പൊ എന്താണ് സോൾവബിലിറ്റി? നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ വെള്ളം എടുത്തു, വെള്ളം എന്താ, സോൾവെന്റ്. ഞാൻ ഉപ്പിടുന്നു, ഉപ്പ് എന്താ, സൊല്യൂട്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു സോൾവെന്റിനകത്ത് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിക്കുന്നു. അങ്ങനെ എനിക്ക് മാക്സിമം എത്ര സ്പൂൺ ഉപ്പ് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും, 3 സ്പൂൺ. എങ്കിൽ ആ 3നെ വിളിക്കുന്ന പേരാണ് സോൾവബിലിറ്റി. അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റിൽ, ഒരു നിശ്ചിത അളവ് സോൾവെന്റിൽ എനിക്ക് മാക്സിമം എത്ര സൊല്യൂട്ടിനെ അലിയിക്കാൻ കഴിയും, എനിക്ക് പരമാവധി എത്ര ഉപ്പിനെ
അലിയിക്കാൻ കഴിയും? ഒരു നിശ്ചിത വെള്ളത്തിൽ എനിക്ക് പരമാവധി എത്ര ഉപ്പിനെ അലിയിക്കാൻ കഴിയും എങ്കിൽ അതാണ്, ആ നമ്പറാണ് അതിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത്. എന്റെ ഈ എക്സ്പെരിമെന്റില് ഞാൻ എടുത്ത പർട്ടിക്കുലർ അളവ് സോൾവെന്റിൽ, ഞാൻ എടുത്ത പർട്ടിക്കുലർ അളവ് വെള്ളത്തിൽ എനിക്ക് പരമാവധി മാക്സിമം എത്ര സ്പൂണിന് മാത്രമേ ഡിസോൾവ് ചെയ്യിക്കാൻ കഴിഞ്ഞുള്ളൂ? 3. 3ന് ശേഷം ഒരു നുള്ളിട്ടാൽ പോലും അത് എന്ത് ചെയ്യത്തില്ല, ഡിസോൾവ് ആകാതെ ഇതിന്റെ താഴത്ത് വന്ന് കിടക്കും. എങ്കിൽ ആ 3 എന്ന നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളിബിലിറ്റി. സോ എന്താണ് സോളിബിലിറ്റി എന്ന് മലയാളത്തിൽ മനസ്സിലായോ? എന്താ സോളിബിലിറ്റി? ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിലോട്ട് പോകും. എന്താ സോളിബിലിറ്റി? ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു ഡെഫിനിഷൻ കിട്ടും. എന്താ സോളിബിലിറ്റി? ഞാനൊരു പർട്ടിക്കുലർ അളവ് സോൾവെന്റ് എടുത്താൽ അതിൽ എനിക്ക് ലയിപ്പിക്കാൻ കഴിയുന്ന മാക്സിമം സൊല്യൂട്ടിന്റെ അളവ്, അതിനെ വിളിക്കുന്ന പേരാണ് സോളിബിലിറ്റി. ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് റൂമിൽ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു പരീക്ഷണം ചെയ്യുന്നത്. നമുക്കിപ്പോ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഒരു പക്ഷെ വീണ്ടും ഉപ്പിനെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുന്ന കാര്യം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതോ അങ്ങനെയൊന്നും അല്ല. എന്റെ ഈ എക്സ്പെരിമെന്റ് നടക്കുന്നത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലാണ്. ഇപ്പോ ഞാൻ ഈ പരീക്ഷണം ചെയ്യുമ്പോൾ റൂമിലെ ടെമ്പറേച്ചർ 30 എങ്കിൽ തുടക്കം തൊട്ട് അവസാനം വരെയും 30. റൂമിലെ ടെമ്പറേച്ചർ 25 എങ്കിൽ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെയും 25. സോ അങ്ങനെയെങ്കിൽ നമ്മൾ ഡെഫിനിഷനിലോട്ട് പോവുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഡെഫിനിഷൻ പറയാണ്. എന്താണ് സോളിബിലിറ്റി? അളവ്. ആരുടെ അളവ്? സൊല്യൂട്ടിന്റെ. എങ്ങനെയുള്ള അളവ്? മാക്സിമം അളവ്. അപ്പൊ തുടങ്ങുന്നു, ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. അതെന്ത് ചെയ്യുന്നു? വിച്ച് ക്യാൻ ബി ഡിസോൾവ്. അത് അലിയുന്നു, അല്ലെങ്കിൽ അതിനെ അലിയിക്കാൻ പറ്റും. എവിടെ? at a specified amount of solvent. എപ്പോ? at a specific temperature. So definition എന്താണ് എഴുതിയിട്ടുണ്ട്? The maximum amount of solute which can be dissolved in a specified amount of solvent at a specific temperature. That's called as solubility. അതാണ് തോന്നുന്ന solubility. അപ്പൊ എന്താണ് solubility? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ സോൾവെന്റിൽ നമുക്ക് എത്രമാത്രം സൊല്യൂട്ടിനെ അലിയിക്കാം എന്നും കൂടി പറയാം. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റിൽ നമുക്ക് മാക്സിമം എത്രമാത്രം ഉപ്പിനെ അലിയിക്കാം, അല്ലെങ്കിൽ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിക്കാം. That's called as solubility. The maximum amount of solute which can be dissolved in a specified amount of solvent at a specific temperature. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് സോളിബിലിറ്റി. അതെന്താ നിങ്ങൾക്കറിയാം? എങ്കിൽ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് 2 പേരുടെ സോളിബിലിറ്റി ആണ് പഠിക്കാനുള്ളത്. ഒന്ന്, the solubility of solid in liquid and the solubility of gas in a liquid. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ഇത് ഇത്ര മാത്രം പഠിക്കാനുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. നമുക്കൊന്ന് ഷോർട്ട് ചെയ്യാം. എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞു തരാം. നമുക്കറിയാം ബേസിക്കലി മെയിൻ ആയിട്ട് മാറ്ററിന് 3 സ്റ്റേറ്റ് ആവുള്ളത്. നമ്മളൊരു ഓർഡറിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ഓർഡർ? ആ ഓർഡർ ഇതാണ്: സോളിഡ്, അഗൈൻ ലിക്വിഡ് ആൻഡ് ഫൈനലി ഗ്യാസ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന, ശ്രദ്ധിച്ചോ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ സോളിബിലിറ്റി ഇവിടെ നിന്ന് അങ്ങോട്ട്, ഒന്നാമത്തെ സോളിബിലിറ്റി. നമ്മൾ പഠിക്കുന്ന സോളിബിലിറ്റി ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അത് രണ്ടാമത്തേത്. സോ ഇവിടെ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പഠിക്കാൻ പോകുന്നത് the solubility of solid in liquid. The solubility of solid in liquid. അതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. ഇതായിട്ടുണ്ട് the solubility of solid in liquid. രണ്ടാമത്തെ ടോപ്പിക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് the solubility of gas in liquid. The solubility of gas in a liquid. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 പേരുടെ സോളിബിലിറ്റി ആണ്. ഒന്നാമത്തെ സോളിബിലിറ്റി ഇവിടെ നിന്ന് നോക്കിയാൽ മതി, the solubility of solid in a liquid and the solubility of gas in
അതിൽ തന്നെ ഈ രണ്ട് പോർഷനിലും വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനും പബ്ലിക് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടുവരുന്നതും നമ്മുടെ സെക്കൻഡ് ടേം ആണ്. സോ അതുകൊണ്ട് സെക്കൻഡ് ടേം കുറച്ചും കൂടി അലേർട്ടായിട്ട് പഠിക്കുക. ഫസ്റ്റ് ടേമിനകത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ബേസിക് ആയിട്ടുള്ള ടേംസ് നമുക്ക് ആദ്യം നോക്കാം. സോ അപ്പോൾ നമുക്ക് ആദ്യം സോളബിലിറ്റി എന്താണെന്നറിയാം. What do you mean by solubility? Yes, the maximum amount of solute that can be dissolved in a specified amount of solvent at a specific temperature. അവിടെ നമ്മൾ നേരെ പോയി നമുക്ക് എത്ര തരം സോളിബിലിറ്റിയെ കുറിച്ച് പഠിക്കാനുള്ളത്? രണ്ട് തരം സോളിബിലിറ്റി. ഏതൊക്കെ സോളിബിലിറ്റി? ഒന്ന് ദ സോളിബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡും ദ സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡും. അത് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ സോളിബിലിറ്റി, അതായത് ദ സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ എ ലിക്വിഡ്. സോ അതിൽ കുറച്ച് ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ടേംസ് ഒക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറെ വേർഡ്സ് ഒക്കെ കേട്ടിട്ടുള്ള വേർഡ്സ് തന്നെയാണ്, പക്ഷെ നമുക്കിന്റെ ക്ലിയർ മീനിങ്സ് ഒരുപക്ഷെ അറിയണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കുറച്ച് ടേംസ് ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക്, രണ്ടാമത്തെ ടേംസ് ഡിസൊല്യൂഷൻ, അഗെയിൻ ക്രിസ്റ്റലൈസേഷൻ, ഡൈനാമിക് ഇക്വിലിബ്രിയം, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. അപ്പൊ അതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതൊരു വേർഡ് കിടപ്പുണ്ട്, ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണില് പോളാർ നേച്ചർ, നോൺ പോളാർ നേച്ചർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പോളാർ നേച്ചർ ഉദാഹരണം നമ്മുടെ വാട്ടർ, നമ്മുടെ ഉപ്പ്, സോൾട്ട്, ഷുഗർ, ഇവരൊക്കെ എന്താ പോളാർ നേച്ചർ സബ്സ്റ്റൻസ് ആണ്. നോൺ പോളാർ നമ്മുടെ ഓർഗാനിക്കിനകത്ത് നമ്മൾ കുറേ വരെ കുറിച്ച് പഠിച്ചു. ബെൻസീൻ, അനിലിൻ, നമ്മുടെ കെറോസിൻ, ഇതൊക്കെ എന്തുവാ? നാഫ്തലിൻ, പച്ചഗുളിക, ഇതൊക്കെ എന്തുവാ? നോൺ പോളാർ. ഇത്രയും നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ വർഷം ഓൾറെഡി പഠിച്ചതാ പോളാർ നേച്ചർ, നോൺ പോളാർ നേച്ചർ. അപ്പൊ ഞാൻ ചെറിയൊരു എക്സ്പെരിമെന്റ് പറഞ്ഞുതരാം. ഞാനൊരു പാത്രത്തില് കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. എന്തെടുത്തിട്ടുണ്ട്? I will take a little amount of water. ഞാൻ എന്തെടുത്തിട്ടുണ്ട്? കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ. എന്റെ ഒന്നാമത്തെ പാത്രത്തില് വാട്ടർ എടുക്കുന്നുണ്ട്. വാട്ടറിന് എന്ത് നേച്ചറാ? We have no water has polar nature. വാട്ടറിന് എന്ത് നേച്ചറാ? പോളാർ നേച്ചർ. ശരി, അങ്ങനെയെങ്കിൽ എന്റെ ഈ ഗ്ലാസ്സിലിരിക്കുന്ന വാട്ടറില് ഞാനൊരു പാറ്റ ഗുളിക ഇടുകയാണെന്ന് വിചാരിച്ചു. പാറ്റ ഗുളിക എന്ന് പറയുന്ന പേരാണ് നാഫ്തലിൻ. അറിയാലോ, പാറ്റ ഗുളിക എന്ന് പറയുന്ന പേരാണ് എന്തോന്ന്? നാഫ്തലിൻ. അപ്പൊ നാഫ്തലിൻ എന്ത് നേച്ചറാ? ഇതിനകത്ത് ഞാൻ എന്തിടുകയാണെന്ന് വിചാരിച്ചോ, ഒരു ചെറിയ കഷ്ണം പാറ്റ ഗുളിക ഇടുകയാണെന്ന് വിചാരിച്ചു. നാഫ്തലിൻ. നാഫ്തലിൻ നമുക്കറിയാം, ഓർഗാനിക്, രണ്ട് ബെൻസീൻ റിംഗ് ചേരുന്ന സാധനമാണ്, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സോ അപ്പൊ എന്ത് നേച്ചറാ? ഇറ്റ്സ് നോൺ പോളാർ. അത് എന്ത് നേച്ചറാ? നോൺ പോളാർ. ഇങ്ങനെ പാറ്റ ഗുളിക ഇട്ട് വെച്ചിട്ട് നിങ്ങൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്താൽ പോലും നിങ്ങളുടെ പാറ്റ ഗുളിക, നിങ്ങളിട്ട നാഫ്തലിൻ ബോൾ മീൻസ് ആ കഷ്ണം ഉണ്ടാവും. നിങ്ങളിട്ട പാറ്റ ഗുളിക ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? നമ്മുടെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യത്തില്ല. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യാനായിട്ട് കാണാൻ പറ്റും? കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതേസമയം ഇതേ എക്സ്പെരിമെന്റ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നാഫ്തലിൻ മാറ്റിയിട്ട് നാഫ്തലിന്റെ സ്ഥാനത്ത് നിങ്ങൾ കുറച്ച് സോൾട്ട് ഇട്ട് നോക്കിയേ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഷുഗർ ഇട്ട് നോക്കിയേ. ഇടണ്ട, വിത്തിൻ സെക്കൻഡ്സ് ഇട്ട് വിത്തിൻ സെക്കൻഡ്സിനകത്ത് തന്നെ അത് എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? ഡിസോൾവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്കറിയാം, നമ്മളിട്ട ഉപ്പിനോ പഞ്ചസാരയ്ക്കോ ഒക്കെ എന്ത് നേച്ചറാ? ഇറ്റ് വിൽ ഹാവ് പോളാർ നേച്ചർ. എന്ത് നേച്ചറാ? പോളാർ നേച്ചർ. അപ്പോ പോളാർ ആയിട്ടുള്ള വാട്ടറിൽ നമ്മൾ നോൺ പോളാർ ആയിട്ടുള്ള ഒരു വസ്തു ഇടുമ്പോ അത് ഡിസോൾവേ ചെയ്യുന്നില്ല. പക്ഷേ അതേ പോളാറിൽ പോളാർ ആയിട്ടുള്ള സോൾട്ടോ ഷുഗറോ ഇടുമ്പോ വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യുന്നു. അഗൈൻ ഈ എക്സ്പെരിമെന്റ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട്. നമ്മൾ മറ്റൊരു പാത്രം എടുക്കുന്നു, അതിനകത്ത് നമ്മൾ കുറച്ച് കെറോസിൻ അല്ലെങ്കിൽ ബെൻസീൻ, എന്തെടുക്കുന്നു? ബെൻസീൻ. ആരെ എടുത്തത്? ബെൻസീൻ. ബെൻസീൻ എന്ന് പറയുന്നതാണ് കഴിഞ്ഞ വർഷം ഓർഗാനിക് പഠിച്ചത്. എന്ത് നേച്ചർ ഉള്ളതാണ്? ഇറ്റ് വിൽ ഹാവ് നോൺ പോളാർ നേച്ചർ. എന്ത് നേച്ചറാ? നോൺ പോളാർ നേച്ചർ. അപ്പോ നമ്മൾ ബെൻസീൻ എടുത്തോ അല്ലെങ്കിൽ കെറോസിൻ എടുത്തോ, ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് അവിടെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയേ.
ആദ്യം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് സോൾട്ടോ ഷുഗറോ ഇടുന്നു എന്ന് വിചാരിച്ചോ. ഇതിനകത്തോട്ട് എന്താ ഇടുന്നത്? സോൾട്ടോ ഷുഗറോ ഇട്ടാൽ എന്ത് നേച്ചർ ഇവർക്ക്? പോളാർ നേച്ചർ. ഇട്ട് 1 മണിക്കൂർ കഴിഞ്ഞാലും നമ്മൾ ഇട്ട വസ്തു അതുപോലെ തന്നെ കിടക്കും. എന്ന് വെച്ചാൽ അർത്ഥം അവർ ഡിസോൾവ് ആകത്തില്ല. അതേസമയം ഒരു പാറ്റ ഗുളിക ഇട്ട് നോക്കിയേ, ഒരു നാഫ്തലിൻ ബോൾ ഇട്ട് നോക്കിയേ, എന്ത് പറ്റും? വിത്തിൻ സെക്കൻഡ്സ് ഇട്ട് വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ആകുന്നു. നിങ്ങൾക്കറിയാം, പോളാറായിരുന്ന വെള്ളത്തിൽ നോൺ പോളാർ ആയിട്ടുള്ള ഒരു വസ്തുവിന് അലിയാൻ കഴിയില്ല. പക്ഷെ പോളാർ ആയിട്ടുള്ള വസ്തു അലിയുന്നു. നോൺ പോളാർ ആയിട്ടുള്ള ഒരു സോൾവെന്റിൽ പോളാർ ആയിട്ടുള്ള ഒരാൾക്ക് അലിയാൻ കഴിയുന്നില്ല, പക്ഷെ നോൺ പോളാറിന് അലിയാൻ കഴിയും. അതിനർത്ഥം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് പോളാർ ആണെങ്കിൽ അതിൽ പോളാർ ആയിട്ടുള്ളവരെ മാത്രമേ ഡിസോൾവ് ആകാൻ കഴിയത്തുള്ളൂ. നമ്മുടെ കയ്യിൽ പോളാർ ആയിട്ടുള്ള ഒരു സോൾവെന്റ് ഇരുന്നാൽ അതിനാര് മാത്രമേ അലിയത്തുള്ളൂ? പോളാർ ആയിട്ടുള്ള ഒരുവൻ മാത്രമേ അലിയത്തുള്ളൂ. അതേസമയം നമ്മുടെ കയ്യിലിരിക്കുന്നത് നോൺ പോളാർ ആയിട്ടുള്ള സോൾവെന്റ് ആണെങ്കിൽ അതിൽ ആർക്ക് മാത്രമേ അലിയാൻ കഴിയൂ? നോൺ പോളാറിന് മാത്രം. എപ്പോഴും ഓർക്കുക, ഒരേ പോലുള്ളവർ മാത്രമേ പരസ്പരം അലിയത്തുള്ളൂ. സോൾവെന്റ് ആയാലും ശരി, സൊല്യൂട്ട് ആയാലും ശരി, രണ്ടുപേർക്കും ഒരേ നേച്ചർ ആയിരിക്കണം, രണ്ടുപേർക്കും ഒരേ സ്വഭാവമായിരിക്കണം. എങ്കിൽ മാത്രമേ അലിയുക എന്ന് പറയുന്ന ഒരു പ്രോസസ് അവിടെ സാധ്യമാകത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ സോൾവെന്റ് പോളാർ ആണെങ്കിൽ നിങ്ങളുടെ സൊല്യൂട്ടും പോളാർ ആയിരിക്കണം, അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതല്ല, നിങ്ങളുടെ സോൾവെന്റ് നോൺ പോളാർ ആണെങ്കിൽ നിങ്ങളുടെ സൊല്യൂട്ടും നോൺ പോളാർ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഡിസൊല്യൂഷൻ അല്ലെങ്കിൽ അലിയുക എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ സക്സസ് ആവത്തുള്ളൂ. ഇതിനെയാണ് നമ്മൾ മറ്റൊരു ഒരു സാഹിത്യപരമായി മറ്റൊരു വാക്കിൽ പറഞ്ഞു, ലൈക്ക് ഡിസോൾവിങ് ലൈക്ക്. ലൈക്ക് എന്ന് വെച്ചാൽ ഒരേപോലുള്ളവൻ അലിയും. ഇൻ ലൈക്ക് ഒരേപോലുള്ളതിൽ അലിയും. അതായത് ഒരു സ്വഭാവമുള്ളവൻ അതേ സ്വഭാവമുള്ള മറ്റൊരുവനിലെ അലിയത്തുള്ളൂ. സോ ഓർക്കുക, നിങ്ങളുടെ സൊല്യൂട്ടിനും നിങ്ങളുടെ സോൾവെന്റിനും ഒരേ നേച്ചർ ആയിരിക്കണം. Both the solute and the solvent must having the similar nature. അതായത് ഒരാള് പോളാർ ആണെങ്കിൽ മറ്റേ ആളും പോളാർ ആയിരിക്കണം. ഒരാള് നോൺ പോളാർ ആണെങ്കിൽ മറ്റേ ആളും നോൺ പോളാർ ആയിരിക്കണം. Both of them having similar nature. എങ്കിൽ രണ്ട് പ്രോസസ് ആണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ഡിസൊല്യൂഷൻ ആൻഡ് ക്രിസ്റ്റലൈസേഷൻ. ഞാൻ രണ്ടും ഒരുമിച്ച് പറയാൻ പോകുന്നത്, ഡിസൊല്യൂഷൻ ആൻഡ് ക്രിസ്റ്റലൈസേഷൻ. ഇതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു എക്സ്പെരിമെന്റ് സ്വയം ഒന്ന് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് നോക്കാം, സങ്കല്പിച്ച് നോക്കാം. വീണ്ടും നമ്മൾ തിരിച്ചു പോയാൽ നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് വെള്ളവും ഉപ്പും മാത്രമേ ഉള്ളൂ. നമ്മൾ വെള്ളത്തിനെ ഉപ്പിനെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ സൊല്യൂഷൻ എന്ന ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ അതേ എക്സ്പെരിമെന്റിലോട്ട് തിരിച്ചു പോവുകയാണ്. ഒരു പാത്രത്തില് ഒരു കണ്ടെയ്നറിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തു എന്ന് വിചാരിക്കുക. സോ നമ്മളൊരു സോൾവെന്റ് എടുത്തു കഴിഞ്ഞു. വാട്ടർ മീൻസ് വാട്ടർ ആരോ ബേസിക്കലി വാട്ടർ ആരോ വാട്ടർ ഈസ് കോൾഡ് ആസ് എ യൂണിവേഴ്സൽ സോൾവെന്റ്. അപ്പൊ ഞാനൊരു കണ്ടെയ്നറിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പിടുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ എന്തിടാൻ പോകുന്നു? കുറച്ച് ഉപ്പിടാൻ പോകുന്നു. ഇതാണ് എന്റെ ഉപ്പ് എന്ന് വിചാരിച്ചോ. ഇതിനകത്തോട്ട് ഞാൻ എന്തിടാൻ പോയാ? കുറച്ച് ഉപ്പ്, കുറച്ച് സോൾട്ട് ഇടാൻ പോകുന്നു എന്ന് വിചാരിച്ചു. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാണ്. കുറച്ച് വെള്ളം എടുക്കുന്നു, കുറച്ച് ഉപ്പിടുന്നു. എന്ത് പറ്റും? നമ്മൾ ഇടുന്ന ഉപ്പ് മുഴുവനും വാട്ടറിൽ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്താൽ നമ്മൾ ആ കാണുന്ന ആ പ്രോസസ്, ഇവരിങ്ങനെ അലിഞ്ഞു തുടങ്ങിയ ഉപ്പിങ്ങനെ അലിഞ്ഞു തുടങ്ങുന്ന ആ ഒരു പ്രോസസ്സിനെ, ഉപ്പ് അലിയുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസൊല്യൂഷൻ. എന്താ പേര്? ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ ചേർത്ത് പറഞ്ഞാൽ ഡിസൊല്യൂഷൻ. അപ്പൊ എന്താ ഡിസൊല്യൂഷൻ? നമ്മളൊരു സോൾവെന്റിനകത്തോട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? സൊല്യൂട്ടിനെ ആഡ് ചെയ്യുന്നു. നമ്മളിങ്ങനെ സൊല്യൂട്ടിനെ ആഡ് ചെയ്യുമ്പോൾ സൊല്യൂട്ട് began to dissolve. ഇതിനകത്തുണ്ട് ഡിസോൾവ്. ഇവിടെ തന്നെ വാക്കുണ്ട് ഡിസോൾവ്, അലിയുക. അലിഞ്ഞാൽ ഡിസൊല്യൂഷൻ. സോ ക്ലിയർ ആണോ? എന്താ ഡിസൊല്യൂഷൻ? Dissolution is the process of dissolvement of solute.
ആരലിയുന്ന പ്രോസസ്സാ? സൊല്യൂട്ട് അലിയുന്നു. സൊല്യൂട്ട് എവിടെയാ അലിയുന്നത്? ഇൻ എ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾവെന്റ്. അങ്ങനെയെങ്കിൽ അടുത്തത് നിങ്ങളുടെ ഇമാജിനേഷൻ തന്നെയാണ്. ഓക്കെ, വീണ്ടും കം ബാക്ക്. നമ്മളിതാ ഉപ്പിടുകയാണ്. ആദ്യം ഞാൻ ഈ വെള്ളത്തില് 1 സ്പൂൺ ഉപ്പിട്ടെന്ന് വിചാരിച്ചോ, എന്ത് പറ്റും? ഞാനിട്ട ഉപ്പ് മുഴുവനും ഈ വെള്ളത്തിനകത്ത് നല്ലപോലെ ഡിസോൾവ് ആകും. ഓക്കെ, ഡിസോൾവ് ആയേ. ഡിസോൾവ് ആയി. ഇതാണ് എന്റെ ഉപ്പ് എന്ന് വിചാരിച്ചോ. ഞാനിട്ട ഉപ്പ് മുഴുവനും എവിടെ ഡിസോൾവ് ആയി? ഈ ഇരിക്കുന്ന വാട്ടറിനകത്ത് ഡിസോൾവ് ആയി. ഓക്കെ, ഞാൻ 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ 1 സ്പൂൺ ഉപ്പ് കൂടെ ഇടുന്നു എന്ന് വിചാരിച്ചോ. ഞാൻ ഓൾറെഡി 1 സ്പൂൺ ഉപ്പിട്ടു. ആ ഉപ്പ് മുഴുവനും, ഉപ്പ് മീൻസ് സൊല്യൂട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി 1 സ്പൂൺ സൊല്യൂട്ട് ഇട്ടു. അത് ഓൾറെഡി ഡിസോൾവ് ആയി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? ഞാൻ വീണ്ടും രണ്ടാമത്തെ സ്പൂൺ ഉപ്പിടുകയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ വീണ്ടും എഗെയിൻ ഉപ്പിടുകയാണെ. ഈ രണ്ടാമത്തെ ഉപ്പിനെ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ബബിൾ ചെയ്ത് വയ്ക്കാം. എല്ലാം സെയിം ആണ്, രണ്ടും സോൾട്ട് തന്നെയാണ്. ഞാൻ രണ്ടാമത്തെ സ്പൂൺ ഉപ്പിടുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഇവിടെ മൊത്തത്തില് എത്ര ഉപ്പുണ്ട്? 2 ഉപ്പുണ്ട്. ഒന്ന് നമ്മുടെ താഴെ പിക്ചറിൽ ഉപ്പുണ്ട്, ഒപ്പം നമ്മുടെ സ്പൂണിൽ ഉപ്പുണ്ട്. ഈ പിക്ചറിലിരിക്കുന്ന ഉപ്പ് ഏത് സ്റ്റേറ്റിലാ? നമുക്കറിയാം, വെള്ളത്തിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റ് ആയി? അക്വസ് സ്റ്റേറ്റ് ആയി, അക്വസ് ലിക്വിഡ് സ്റ്റേറ്റ് ആയി. അപ്പൊ നമ്മുടെ ഇവനോ, ഇവൻ ഏത് സ്റ്റേറ്റിലാ? സോളിഡ് സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റിലാ? സോളിഡ് സ്റ്റേറ്റ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഈ പിക്ചറിനകത്ത് എത്ര ടൈപ്പ് സൊല്യൂട്ട് ഉണ്ട്? 2 ടൈപ്പ് സൊല്യൂട്ട് ഉണ്ട്. ഒന്ന് അക്വസ് സ്റ്റേറ്റിലുള്ള സൊല്യൂട്ടും മറ്റൊന്ന് സോളിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂട്ടും. ഞാൻ ഇവനെ ഇടുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ഇവനെ താഴോട്ട് ഇട്ടു, എന്ത് പറ്റും? സൊല്യൂഷനകത്ത് എത്ര ടൈപ്പ് ഉപ്പ് വന്നു? 2 ടൈപ്പ്. ഒന്ന് ലിക്വിഡ് സ്റ്റേറ്റിലും മറ്റൊന്ന് സോളിഡ് സ്റ്റേറ്റിലും. എന്ത് പറ്റുമെന്നറിയോ? ഈ 2 പേരും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൊണ്ടും യുദ്ധം ചെയ്യും. 2 പേരും കൂടി നല്ലോണം തല്ലുകൂടും. നിങ്ങൾക്കറിയാം, തല്ലുകൂടി കഴിഞ്ഞാൽ 2 പേര് തല്ലുകൂടി കഴിഞ്ഞാൽ ഒരാൾ സ്വാഭാവികമായിട്ടും തോറ്റേ പറ്റും, പരാജയപ്പെട്ടേ പറ്റും. അപ്പൊ ഈ 2 ഉപ്പും കൂടി നല്ലോണം തല്ലുകൂടിയിട്ട് അതിലേതോ ഒരാള് നല്ലോണം പരാജയപ്പെട്ട് നേരെ ഇങ്ങ് മൂട്ടിൽ വന്ന് വീഴും. അപ്പോ ഈ 2 പേരും കൂടി യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് താഴെ ഒരാൾ വീണില്ലേ? അത് ഏത് ഫോമിലായിരിക്കും വീഴുന്നത്? ക്രിസ്റ്റൽ. നിങ്ങൾക്കറിയാം, ഉപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല മിനിമിനാന്ന് നല്ല തിളക്കമുള്ള ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്നത്. സോ ഏത് ഫോമിലായിരിക്കും വീഴുന്നത്? ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഫോമിലാ വീഴുന്നത്. അതുകൊണ്ട് that process is known as crystallization. പ്രോസസ്സിനെ എന്താ വിളിക്കുന്നത്? ക്രിസ്റ്റലൈസേഷൻ. ഒന്നുകൂടി പറയാം. എന്റെ കയ്യില് സോൾവെന്റ് ഉണ്ട്. ഞാൻ ആ സോൾവെന്റിനകത്തോട്ട് എന്ത് ആഡ് ചെയ്യാൻ പോകുന്നു? സൊല്യൂട്ട്. ഓർക്കുക, സൊല്യൂട്ടിനെ ഒറ്റയടിക്കാൻ തട്ടല്ല ചെയ്യുന്നത്. ഞാൻ കുറച്ചായിട്ടാണ് ഇടുന്നത്. ആദ്യം ഞാൻ 1 സ്പൂൺ എടുത്തിട്ടു. ആ ഇടുന്നത് മുഴുവനും ഡിസോൾവ് ആയി. അതിപ്പോ ഏത് സ്റ്റേറ്റിലാ? അക്വസ് സ്റ്റേറ്റിലാ ഉള്ളത്. ഞാൻ വീണ്ടും അടുത്ത സ്പൂൺ ഇടുന്നു. അപ്പൊ അടുത്ത സ്പൂണ് വെള്ളത്തിൽ വീണ്ടും കുറച്ച് കഴിയുമ്പോഴേ അക്വസ് ആവത്തുള്ളൂ. വെള്ളത്തിൽ വീഴുന്ന സമയത്ത് ആൾ ഏത് സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും? സോളിഡ് സ്റ്റേറ്റ്. നിങ്ങൾ ഓർക്കണേ, ഉപ്പ് വെള്ളത്തിൽ വീഴുമെന്നും പറഞ്ഞ് ഉടനെ സോളിഡ് സ്റ്റേറ്റ് മാറത്തില്ല. അത് സോളിഡ് സ്റ്റേറ്റിൽ തന്നെ കിടക്കും. കുറച്ച് കഴിഞ്ഞാലേ സ്റ്റേറ്റ് മാറത്തുള്ളൂ. പക്ഷെ ആദ്യത്തെ ഉപ്പ് താഴെ വീണു, കുറച്ച് സമയം കഴിഞ്ഞു. അപ്പൊ ഏത് സ്റ്റേറ്റിലായി? അക്വസ്. രണ്ടാമതിടുന്ന ഉപ്പ് സോളിഡ് സ്റ്റേറ്റ്. അങ്ങനെ മൊത്തം ഡിഫറെന്റ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്സിലുള്ള സൊല്യൂട്ട് ഇവര് പരസ്പരം അടിപിടി കൂടുന്നു. അതിലൊരാള് എന്ത് ചെയ്യുന്നു? താഴെ വന്ന് വീഴുന്നു. That process is known as crystallization. നമ്മൾ 2 പ്രോസസ് കണ്ടു കഴിഞ്ഞു. ഒന്നാമത്തെ പ്രോസസ് ഡിസൊല്യൂഷൻ, രണ്ടാമത്തെ പ്രോസസ് ക്രിസ്റ്റലൈസേഷൻ. ഞാൻ പറഞ്ഞിരുന്നു, ഒരു വെള്ളത്തിനകത്തോട്ട് ഉപ്പിടുമ്പോ ഉപ്പ് അലിയുന്നത് ഡിസൊല്യൂഷൻ. ഈ അലിഞ്ഞ ഉപ്പും അലിയാണ്ട് കിടക്കുന്ന ഉപ്പും കൂടി അടിപിടി കൂടി ഒരാൾ തോറ്റ് താഴെ ക്രിസ്റ്റൽ എന്ന ഫോമിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന പ്രോസസ് ക്രിസ്റ്റലൈസേഷൻ. ഈ 2 പ്രോസസ് ഇങ്ങനെ ഏകദേശം ഒരേ സ്പീഡിൽ, ഒരേ റേറ്റിൽ, ഒരാൾ സ്പീഡ് കൂടി ഒരാൾ സ്പീഡ് കുറഞ്ഞ് ഇങ്ങനെ നടന്ന് ഏതോ ഒരു ടൈം എത്തുമ്പോൾ 2 പേരുടെ സ്പീഡും ഒരേപോലെയാകും. ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം. ഞാനൊരു പാത്രത്തിലെ വെള്ളത്തിനകത്ത് ഉപ്പിടുമ്പോ
രണ്ട് പ്രോസസ് അതിനകത്ത് നടക്കുന്നുണ്ട്. ഒന്ന് ഡിസൊല്യൂഷൻ, ഒന്ന് ക്രിസ്റ്റലൈസേഷൻ. ഇതിൽ ഒരു പ്രോസസ് സ്പീഡിൽ നടക്കുമ്പോൾ മറ്റേ പ്രോസസ് സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. ഒരാൾ സ്ലോ ആകുമ്പോൾ മറ്റേ ആൾ എന്താകും? സ്പീഡ് ആകും. ഏതോ ഒരു ടൈമില് രണ്ടുപേരുടെ സ്പീഡും ഏകദേശം ഒരേ ലെവലിൽ എത്തും എങ്കിൽ ആ ടൈം, ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് ഇക്വിലിബ്രിയം. എന്താ പേര്? ഡൈനാമിക് ഇക്വിലിബ്രിയം. അപ്പൊ 3 ടേംസ് പറഞ്ഞു. ഒരു പാത്രത്തിലെ വെള്ളത്തിനകത്തോട്ട് ഉപ്പിടുമ്പോൾ ഉപ്പ് അറിയുന്നത് ഡിസൊല്യൂഷൻ. ഇങ്ങനെയല്ല, ഡെഫിനിഷൻ ഇങ്ങനെയാണ്: solute is dissolved in solvent, process known as dissolution. അതുപോലെ അലിഞ്ഞ സൊല്യൂട്ടും അലിയാത്ത സൊല്യൂട്ടും കൂടി അടിപിടി കൂടിയിട്ട് ഒരാൾ തോറ്റ് താഴെ ക്രിസ്റ്റലൈസ് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന പ്രോസസ് ക്രിസ്റ്റലൈസേഷൻ. സോളിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂട്ടും നമ്മുടെ സൊല്യൂഷൻ അകത്തുള്ള സൊല്യൂട്ടും കൂടി എന്ത് ചെയ്യും? കൊളൈഡ്, അടിപിടി കൂടുക. കെമിസ്ട്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊളൈഡ് ടു ഈച്ച് അതർ and they settled down as in the form of crystals. That process is known as crystallization. But at a certain moment the rate of the two processes became equal. That condition is known as dynamic equilibrium. അതിനെയാണ് ഇതിനെ വിളിക്കുന്നത് dynamic equilibrium. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ടേമിലോട്ട് പോവുകയാണ്: സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. ഇപ്പോ ഞാൻ കുറച്ചു മുന്നേ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നായിരുന്നു. എന്റെ കയ്യിലൊരു പാത്രമുണ്ട്. ആ പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചോ. അതിൽ ഞാൻ ആദ്യം 1 സ്പൂൺ ഉപ്പിട്ടു, ഡിസോൾവ് ആയി. വീണ്ടും 1 സ്പൂൺ കൂടി ഇട്ടു, ഡിസോൾവ് ആയി. വീണ്ടും 1 സ്പൂൺ കൂടി ഇട്ടു, ഡിസോൾവ് ആയി. ഇങ്ങനെ മൊത്തം എത്ര സ്പൂൺ ഇട്ടു? 3 സ്പൂൺ ഉപ്പിട്ടു എന്ന് വിചാരിച്ചോ. ഈ 3 സ്പൂൺ എന്തായി? ഡിസോൾവ് ആയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു നുള്ളിട്ടാൽ പോലും അതെന്ത് ചെയ്തില്ല? ഡിസോൾവ് ആകത്തില്ല. ഇതിനെ എത്ര ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുമോ അതിന്റെ പരമാവധി എന്ത് ചെയ്ത് കഴിഞ്ഞു? ഡിസോൾവ് ആയി കഴിഞ്ഞു. ഇനി എത്ര ഇട്ടാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റത്തില്ല. അത്ര, കാരണം ഇതിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 ആണ്. ഞാൻ 3 ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഉള്ളിട്ടാൽ പോലും അവിടെ എന്ത് ചെയ്യത്തില്ല? ഡിസോൾവ് ആകത്തില്ല. അത്തരം സൊല്യൂഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ്. എന്താ പേര്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഞാൻ പറഞ്ഞു ഇവന്റെ കപ്പാസിറ്റി എത്രയാ? 3. ഞാനേ 2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. 2 സ്പൂൺ ഉപ്പ് മാത്രമേ അലിയിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കും. അപ്പൊ ഇനിയും എനിക്ക് എന്ത് ചെയ്യാം? 1 സ്പൂൺ കൂടി ഇടാം. ഇനിയും എനിക്കതിനെ അലിയിപ്പിക്കാം. എങ്കിൽ അത്തരം സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഒരു സൊല്യൂഷന് ഒരു കഴിവുണ്ട്, ഒരു എബിലിറ്റി ഉണ്ട്. ഇത്രയും എന്നെ കൊണ്ട് നടക്കും, ഇതിനപ്പുറം നടക്കത്തില്ല. ആ ഒരു അളവ് എന്നെ കൊണ്ട് എത്ര കഴിയുമോ അത് അത്രയും ഞാൻ അലിയിച്ചു. ആ ഒരു കഴിവിൽ നിൽക്കുന്ന, ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന സൊല്യൂഷൻ ഈസ് കോൾഡ് ആസ് സാച്ചുറേഷൻ. ഇപ്പോഴും ഒരു പൂർത്തീകരണം എത്തിയില്ല. എനിക്ക് മാക്സിമം 3 സ്പൂണിനെ അലിയിക്കാൻ കഴിയും, പക്ഷെ എന്റെ കയ്യിൽ ഇതുവരെ 3 സ്പൂൺ എത്തിയിട്ടില്ല. എങ്കിൽ അത്തരം സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ്. ഇപ്പൊ ഞാനൊരു സൊല്യൂഷനാണ്, എന്റെ മാക്സിമം കഴിവ് 3 സ്പൂൺ ആണ്. 3 സ്പൂൺ ഉപ്പിന് അലിയിപ്പിക്കാം. എങ്കിൽ ഞാൻ 3 സ്പൂണും അലിയിപ്പിച്ചു. അങ്ങനെയല്ല എന്നെ വിളിക്കുന്ന പേര്. എനിക്ക് ഒരു തുള്ളി പോലും അലിയിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല എന്റെ പേര് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്നാൽ ഞാൻ 2 സ്പൂണേ അലിയിച്ചുള്ളൂ. എനിക്ക് ഇനിയും 1 സ്പൂൺ കൂടി അലിയിപ്പിക്കാനുള്ള കഴിവുണ്ട്. സോ എങ്കിൽ എന്നെ വിളിക്കുന്ന പേര് അൺസാച്ചുറേറ്റഡ്. നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. എന്തുവാന്ന് പറഞ്ഞു തരാം. മോർ സൊല്യൂട്ട് ക്യാൻ ബി ആഡ്. മോർ സൊല്യൂട്ട് ക്യാൻ ബി ആഡ് ഒരാളുടെ ഡെഫിനിഷൻ. മറ്റേ ആളുടെ ഡെഫിനിഷൻ നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ആഡ്. More solute can be added, no more solute can be added. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഓൾറെഡി ഒരു ചെറിയ വാക്ക സാച്ചുറേറ്റഡ്. അതിന് കൊമ്പും തലയൊന്നും ഇല്ലായിരുന്നു. ഇതിന് ഒരു കൊമ്പൊന്നുമില്ല, തലയൊന്നുമില്ല, ഒത്തിരി കാലിയാണ് ഫ്രണ്ട് പോർഷൻ. ഫ്രണ്ട് പോർഷൻ കാലിയാണെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന വാക്ക് ചേർത്ത് വിളിക്കാം. ഫ്രണ്ടിൽ ചേർക്കാൻ ഒന്നുമില്ല. ഇവിടെ ഒരു കൊമ്പുണ്ട്, ഒരു തലയുണ്ട്. സോ അപ്പൊ അവിടെ എന്തിന്റെ ആവശ്യമില്ല? നോയുടെ ആവശ്യമില്ല. ഓൾറെഡി അവനൊരു കൊമ്പുണ്ട്, ഇനി കൊമ്പ് വേണ്ട. ഇവന് കൊമ്പില്ല, സോ അവനൊരു കൊമ്പ് വേണ്ട.
സോ നമ്മൾ ഓർത്ത് വെച്ചോളണം, രണ്ടുപേരുടെ ഡെഫിനിഷൻ സെയിം ആണ്. ഒരു ചെറിയ വ്യത്യാസം, ഒരാൾക്ക് നോ ഇല്ല, ഒരാൾക്ക് നോ ഉണ്ട്. കൊമ്പില്ലാത്തവന് നിങ്ങൾ നോ എന്ന കൊമ്പ് കൊടുക്കുക. അപ്പൊ എന്താണ് സാച്ചുറേറ്റഡിന്റെ ഡെഫിനിഷൻ? നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ആഡ്. അപ്പൊ എന്താണ് അൺസാച്ചുറേറ്റഡ്? മോർ സൊല്യൂട്ട് ക്യാൻ ബി ആഡ്. വളരെ എളുപ്പത്തിൽ പഠിക്കാം. അതായത് ഇനിയും അലിയിക്കാൻ പറ്റും, എനിക്ക് ഇനിയും കഴിവുണ്ട് എങ്കിൽ അത് അൺസാച്ചുറേറ്റഡ്. ഇല്ല, ഞാൻ എന്റെ കഴിവ് മാക്സിമം ആക്കി, എന്നെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി ഞാൻ എത്തി, ഇനി എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എങ്കിൽ അത് അൺസാച്ചുറേറ്റഡ്. മറക്കരുത്, അൺസാച്ചുറേറ്റഡ് അല്ല, സാച്ചുറേറ്റഡ്. മറക്കരുത്, സാച്ചുറേറ്റഡ് പറയുമ്പോൾ ഒരു കൊമ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഏത് കൊമ്പ് ചേർത്ത് വിളിക്കുന്നു? നോ. ഇവിടെ ഓൾറെഡി ഒരു എന്ന വാക്ക് ഉള്ളത് കൊണ്ട് നോ വേണ്ട. സപ്പോ എന്താണ് സാച്ചുറേറ്റഡ്, എന്താണ് അൺസാച്ചുറേറ്റഡ് എന്ന് നിങ്ങൾക്കറിയാം. എങ്കിൽ ലാസ്റ്റത്തെ 2 പോയിന്റ് കൂടെ ഉള്ളൂ. അല്ല, 2 പോയിന്റ് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ കണ്ടീഷൻ, നമ്മുടെ മെയിൻ ടോപ്പിക്, ദ സോൾബിലിറ്റി ഓഫ് എ സോൾട്ട് ഇൻ എ ലിക്വിഡ്, അതില് ടെമ്പറേച്ചറിന് ഇഫക്റ്റ് ഉണ്ടോ? ഈസ് ടെമ്പറേച്ചർ ഹാവ് എനി റോൾ? ടെമ്പറേച്ചറിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട്, എന്തുമായി ബന്ധപ്പെട്ട്? നമ്മുടെ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറി. ഒന്ന് എക്സോതെർമിക്, മറ്റൊന്ന് എൻഡോതെർമിക്. ഒന്ന് എക്സോതെർമിക്, മറ്റൊന്ന് എൻഡോതെർമിക്. ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാം രണ്ടിടത്തും തെർമിക് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തെർമിക് ഒന്ന് മറക്കാം. ഇനി ബാക്കി വാക്ക് പറഞ്ഞേ, ഒരിടത്ത് എൻഡോ, ഒരിടത്ത് എക്സോ. ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ, നിങ്ങളുടെ റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ നിങ്ങളുടെ സോളിബിലിറ്റിക്ക് എന്ത് പറ്റുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ എന്ത് കൂട്ടിക്കൊടുത്താൽ, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ സോളിബിലിറ്റിക്ക് എന്ത് പറ്റും? നിങ്ങളുടെ റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോ സോളിബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? കുറയുക മീൻസ് ഡിക്രീസ്. സോളിബിലിറ്റി എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ആണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോൾ സോളിബിലിറ്റി എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഇത് നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന കാര്യമാണ്. നമ്മൾ എത്ര പഠിച്ചു വെച്ചാലും ഓർമ്മയിരിക്കത്തില്ല. അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, വളരെ എളുപ്പമുള്ള ഷോർട്ട് കട്ടാ. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, എക്സോ ചെറിയ വാക്ക്, കുഞ്ഞൻ വാക്ക്, സോ കുറഞ്ഞോണ്ടേയിരിക്കും, ചെറുതായിക്കൊണ്ടേയിരിക്കും. എൻഡോ വലിയ വാക്ക്, അപ്പോ വലുതായിക്കൊണ്ടേയിരിക്കും. എക്സോ ചെറിയ വാക്ക്, അതുകൊണ്ട് കുറഞ്ഞോണ്ടേയിരിക്കും. എൻഡോ വലിയ വാക്ക്, കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. നമ്മുടെ റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ, if our reaction is exothermic, as the temperature increases, solubility ചെറിയ വാക്ക് അവ decreases. If the reaction is endothermic, as the temperature increases, solubility also increases. ഇനി അങ്ങനെയെങ്കിൽ ലാസ്റ്റ് പോയിന്റ് ആണ്, പ്രഷറിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? പ്രഷർ ഹാസ് എനി റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പ്രഷർ ഹാസ് നോ റോൾ. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ഹെഡിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞു, ദ സോളിബിലിറ്റി ഓഫ് സോളിഡ് ഇൻ എ ലിക്വിഡ്. പ്രഷർ എന്ന് വെച്ചാൽ എന്താ? ഞെക്കുക, ഞെരുക്കുക, കംപ്രസ് ചെയ്യുക. സോളിഡും ലിക്വിഡും ഓൾറെഡി ഞെരുങ്ങിയായിരിക്കുന്നേ. നമുക്കറിയാം, സോളിഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നേ, പല ക്ലോസ്. ലിക്വിഡും വലിയ വ്യത്യാസമൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്നേ, ഓൾറെഡി ഞെരുങ്ങിയിരിക്കുന്ന ഇവര് പിന്നെ എവിടെ എടുത്തിട്ട് ഞെരുക്കാനാണ്? സോ അതുകൊണ്ട് ഇവിടെ ഈ സെക്ഷനകത്ത് പ്രഷർ ഹാസ് നോ റോൾ. അപ്പൊ നമ്മുടെ ഒരു സെക്ഷൻ തീർന്നു കഴിഞ്ഞു. ഈ സെക്ഷനകത്ത് എന്തൊക്കെയാ പറഞ്ഞത്? നമ്മുടെ ടോപ്പിക് സോളിബിലിറ്റി ആയിരുന്നു. എന്താണ് സോളിബിലിറ്റി? The maximum amount of solute which can be dissolved in a specified amount of solvent at a specific temperature. എത്ര തരം സോളിബിലിറ്റി പഠിക്കണം? 2. The solubility of solid in a liquid, the solubility of gas in a liquid. അതില് the solubility of solid in liquidനകത്ത് എത്ര ടേംസ് പഠിപ്പിച്ചു തന്നു? കുറേ ടേംസ്. Like dissolves in like. ഒരേ പോലുള്ളവർ ഒരേ പോലുള്ളതിൽ മാത്രമേ അറിയൂ. രണ്ടാമത്തത് ഡിസൊല്യൂഷൻ. മൂന്നാമത്തത് ക്രിസ്റ്റലൈസേഷൻ. അലിയുന്നത് ഡിസൊല്യൂഷൻ, അലിഞ്ഞവരും അറിയാത്തവരും അടിപിടി കൂടി താഴെ വന്ന് വീഴുന്നത് ക്രിസ്റ്റലൈസേഷൻ. രണ്ടും ഒരേ റേറ്റിൽ നടക്കുമ്പോൾ അത് ഡൈനാമിക് ഇക്വിലിബ്രിയം
അൺസാച്ചുറേറ്റഡ്. ടെമ്പറേച്ചർ റോൾ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ റിയാക്ഷൻ എക്സോ കുഞ്ഞന്മാക്കാം, അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളിബിലിറ്റി കുറയും. നമ്മുടെ റിയാക്ഷൻ എൻഡോ വലിയവാക്കാം, അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളിബിലിറ്റിയും കൂടും. പ്രഷറിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഇല്ല. പ്രഷർ ഹാസ് നോ റോൾ. എന്തുകൊണ്ടില്ല? നമ്മുടെ സോളിഡിനെയും ലിക്വിഡും ഓൾറെഡി കംപ്രസ്ഡ് ആണ്, അതിനെ ഇനി കംപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് അടുത്ത ടോപ്പിക് ആണ് the solubility of gas in a liquid.